തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളുടെ പേരുകളും ചിത്രങ്ങളും പതിക്കുന്ന കാഴ്ചകളായിരിക്കും എവിടെ തിരിഞ്ഞാലും കാണാനാവുക. എന്നാൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിത്രവും മറയ്ക്കുന്ന ചില കാഴ്ചകളും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്ന് കണ്ണോടിച്ചാൽ കാണാനാകും. പത്തനംതിട്ടയിൽ നിന്നുള്ള അത്തരം ചില തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ കാണും. പത്തനംതിട്ട മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഈ മറയ്ക്കുന്നത് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പേരും ചിത്രവും. നിലവിലെ MP കൂടിയാണല്ലോ ആന്റോ ആന്റണി. MP ഫണ്ടിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും 4G ടവറുകളിലും ആന്റോ ആന്റണിയുടെ പേരും ചിത്രവും ഉണ്ട്. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. LDFന്റെ പരാതിയിൽ മറ്റൊരു വിചിത്ര ആവശ്യം കൂടിയുണ്ടായിരുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിന്നും ആന്റോ ആന്റണിയുടെ പേരും ചിത്രവും നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല, പകരം LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പേരും ചിത്രം കൂടി ഇവിടെയെല്ലാം പ്രദർശിപ്പിക്കണം. ഇതായിരുന്നു LDFന്റെ ആവശ്യം. ഈ ആവശ്യം പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ട് മുഴുവൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിന്നും ആന്റോ ആന്റണിയുടെ പേരും ചിത്രവും മറയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. അങ്ങനെ UDF സ്ഥാനാർത്ഥി കൂടിയായ നിലവിലെ MPയുടെ പേരും ചിത്രവും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിന്നും മറ്റും തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് ബോർഡ് ഉപയോഗിച്ചും തുണികൾ ഉപയോഗിച്ചും മറയ്ക്കുന്ന കാഴ്ചയാണിത്. മണ്ഡലത്തിലെ ഏകദേശം മുഴുവൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയുടെ പേര് ഇതിനോടകം മറച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പരാതികളിൽ അടുത്ത നടപടികൾക്കായി കാത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സ്ക്വാഡ്. ജനം, പത്തനംതിട്ട.